നമസ്കാരം, സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് KSRTC യാത്രക്കാർക്ക് വേണ്ടി വന്ന ഒരു പുതിയ ആപ്ലിക്കേഷനെക്കുറിച്ചുള്ള ഒരു ലേഖനം നോക്കിയിട്ടാണ്. അതെ, ചാമ്പ് എന്ന ആപ്പ്. ചാമ്പ്. ഇത് യാത്രക്കാർക്ക് എങ്ങനെ ഉപകാരപ്പെടും, എന്താണ് ഇതിലെ പുതുമ എന്നൊക്കെ നമുക്ക് ഈ ലേഖനം വെച്ചൊന്ന് പരിശോധിക്കാം. തീർച്ചയായും. പണ്ടത്തെ കാര്യം ഓർത്താല് ഒരു KSRTC ബസ് എപ്പോ വരും, എപ്പോ പോകും, ഒരു കൃത്യതയുണ്ടായിരുന്നില്ല അല്ലേ? ലേഖനത്തിൽ പറയുന്ന പോലെ ചോദിച്ചാൽ പലപ്പോഴും ഒരു വ്യക്തമായ മറുപടി കിട്ടില്ല. ശരിയാണ്. അത് പൊതുഗതാഗത സംവിധാനങ്ങളിൽ നമ്മൾ എപ്പോഴും കാണുന്നൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് പണ്ട് ആ ഒരു അനിശ്ചിതത്വം. അതെ. അപ്പോ ഈ ലേഖനം പറയുന്നത് ചാമ്പ് വന്നതോടെ ആ ഒരു ബുദ്ധിമുട്ട് മാറിയെന്നാണ്. അതാണ് ഇതിലെ പ്രധാന കാര്യം. ലേഖനം എടുത്തു പറയുന്ന ഒരു പോയിന്റ് ഈ കൃത്യസമയത്ത് വിവരം കിട്ടാത്തതായിരുന്നു പ്രധാന പ്രശ്നമെന്നാണ്. ബസ് കാത്തു നിൽക്കുന്നവരുടെ ആ ഒരു ടെൻഷൻ. തീർച്ചയായും. ആ ഒരു അനിശ്ചിതാവസ്ഥ, അവിടെയാണ് ടെക്നോളജിക്ക്, അതായത് സാങ്കേതിക വിദ്യയ്ക്ക് ഒരു വലിയ പങ്ക് വഹിക്കാൻ പറ്റുന്നത്. ഇതിപ്പോ ഏകദേശം ഒരു 3000-ഓളം ബസ്സുകളിലാണ് വരുന്നതെന്നാണ് ലേഖനം പറയുന്നത്. 3000 ബസ്സുകൾ? അതെ. അപ്പോ ഓർക്കണം, ലക്ഷക്കണക്കിന് യാത്രക്കാരുണ്ട് ദിവസവും. അവർക്കെല്ലാം ഇത് ഉപകാരപ്പെടും. ശരിയാണ്. അപ്പോ എങ്ങനെയാണ് ഈ ചാമ്പ് ആപ്പ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത്? ലേഖനത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. പ്രധാനമായും 3 കാര്യങ്ങൾ. ഒന്ന്, ലൈവ് ബസ് ട്രാക്കിംഗ്. അതായത് ബസ് ഇപ്പോൾ എവിടെ എത്തി എന്ന് നമുക്ക് ഫോണിൽ ലൈവായിട്ട് കാണാൻ പറ്റും. ഓഹോ, അത് കൊള്ളാം. പിന്നെ ബസ്സിൽ സീറ്റ് ഒഴിവുണ്ടോ അതും മുൻകൂട്ടി അറിയാം. അത് വളരെ നല്ല കാര്യമാണല്ലോ, തിരക്കുള്ള സമയത്തൊക്കെ. അതെ. അതുപോലെ ബസ് ചിലപ്പോൾ ലേറ്റ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ റൂട്ട് മാറ്റം വരാം. അങ്ങനെയുള്ള അപ്ഡേറ്റുകൾ അതും അപ്പപ്പോ കിട്ടും. റിയൽ ടൈം അപ്ഡേറ്റ്സ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ യാത്ര പ്ലാൻ ചെയ്യാൻ ഇത് നല്ലൊരു സഹായമാവും അല്ലേ? വെറുതെ സ്റ്റോപ്പിൽ പോയി കുറേ നേരം കാത്തു നിൽക്കേണ്ടി വരില്ല. കറക്റ്റ്. ലേഖനം ഇതിനെ ഒരു ടെക് സഹായി എന്നാണ് വിളിക്കുന്നത്. യാത്രക്കാരുടെ സംശയങ്ങളൊക്കെ തീർത്ത് യാത്ര എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒന്ന്. സുഗമമാക്കൂ എന്ന് തന്നെ ലേഖനത്തിൽ പറയുന്നുണ്ട്. കാത്തിരിപ്പ് സമയം കുറയ്ക്കാം, യാത്ര കുറച്ചും കൂടി പ്ലാൻഡ് ആക്കാം. അതെ, അത് തന്നെയാണ് പ്രധാന ഗുണങ്ങളായിട്ട് ലേഖനം എടുത്തു കാണിക്കുന്നത്. പിന്നെ ഈ ഒരു സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെക്കുറിച്ചും ലേഖനത്തിൽ പറയുന്നുണ്ട്. കേരള സർക്കാർ, പിന്നെ ഗതാഗത മന്ത്രി ശ്രീ ഗണേഷ് കുമാർ, അതുപോലെ ഇത് നടപ്പാക്കാൻ സഹായിച്ച ഉദ്യോഗസ്ഥർ. ശരിയാണ്. അവരുടെയൊക്കെ ഒരു കൂട്ടായ പ്രയത്നമാണ് ഇതിന് പിന്നിൽ. ഓർക്കണം, നമ്മളീ പറയുന്നതെല്ലാം ലേഖനത്തിലുള്ള വിവരങ്ങളാണ്. അതെ. യാത്രക്കാർക്കിതൊരു ഭാഗ്യവരമാണെന്നാണ് ലേഖനം പറയുന്നത്. അതായത് പൊതുസേവനങ്ങൾ, സാധാരണക്കാർ ആശ്രയിക്കുന്ന ഇത്തരം സേവനങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിന്റെ നല്ലൊരു ഉദാഹരണമായിട്ടാണ് ഇതിനെ കാണുന്നത്. ശരിയാണ്. ഒരുപാട് പേർക്ക് ഇത് ദിവസവും ഉപകാരപ്പെടുന്ന ഒന്നായി മാറും. തീർച്ചയായും. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഈ ലേഖനം നമ്മളോട് പറയുന്നത് KSRTC യാത്ര കുറച്ചുകൂടി സുതാര്യവും പിന്നെ കൃത്യതയുള്ളതുമാക്കാൻ ഈ ചാമ്പ് ആപ്പ് സഹായിക്കും എന്നാണ്. അതെ, തത്സമയ വിവരങ്ങൾ കിട്ടുന്നതിലൂടെ യാത്ര കുറച്ചുകൂടി എളുപ്പമാവുന്നു, പ്രെഡിക്റ്റബിൾ ആവുന്നു. യാത്ര എളുപ്പമാക്കാൻ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും ലേഖനത്തിലൊരു ശുപാർശയുണ്ട്. അതുണ്ട്. നമ്മളിത് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ഓർക്കാം, അല്ലെങ്കിൽ ഒരു ചിന്ത. എന്താണത്? ഈ സാങ്കേതിക വിദ്യ, അതായത് ബസ് ട്രാക്ക് ചെയ്യാനും സീറ്റ് അറിയാനും ഒക്കെ പറ്റുന്നത്, ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെയൊക്കെ യാത്രാശീലങ്ങളെ എങ്ങനെയായിരിക്കും മാറ്റുന്നുണ്ടാവുക? അതൊരു നല്ല ചോദ്യമാണ്. പണ്ട് നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയി എപ്പോഴാണ് ബസ് വരുന്നതെന്നറിയാത്ത കാത്തു നിന്നിരുന്നൊരു കാലമുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഇനി ഒരു ഓർമ്മ മാത്രമായി മാറുമോ? എന്തായിരിക്കും ഇതിന്റെ ഒരു അടുത്ത ലെവല്? ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. ശരിയാണ്. അതൊരു നല്ല ചിന്തയാണ്. ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കേ.